ആറന്മുള നാൽക്കാലിക്കൽ വഴിയോര വിശ്രമ കേന്ദ്രം യാഥാർത്ഥ്യമാക്കണമെന്ന് ആറന്മുള വികസന സമിതി. നാൽക്കാലിക്കൽ പഴയ പാലം കേന്ദ്രീകരിച്ച് വിശ്രമ കേന്ദ്രവും സമീപത്ത് കൂടി ഒഴുകുന്ന കോഴിത്തോട്ടിലൂടെ കയാക്കിംഗ് സർവീസുമാണ് പദ്ധതിയുടെ ഭാഗമായി ലക്ഷ്യമിട്ടത്. പദ്ധതി നടപ്പിലാക്കിയാൽ പത്തനംതിട്ടയുടെ ടൂറിസം മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷ. പാർക്കിംഗ് ഏരിയ, ഫുഡ് കോർട്ട്, കുട്ടികൾക്കുള്ള കളിസ്ഥലം, പാലം സൗന്ദര്യവൽക്കരണം, ആറന്മുളയിലെ കരകൗശല ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, വിപണനത്തിനുള്ള സൗകര്യം എന്നിവയായിരുന്നു നാൽക്കാലിക്കൽ വഴിയോര വിശ്രമ കേന്ദ്രം പദ്ധതിയുടെ ഭാഗമായി ആലോചിച്ചത്. 4 പഞ്ചായത്തുകളിലൂടെ ഒഴുകുന്ന പമ്പാനദിയുടെ കൈവഴിയായ കോഴിത്തോട്ടിലൂടെയുള്ള കയാക്കിംഗ് കൂടി ലക്ഷ്യമിട്ടതോടെ പദ്ധതി ജനപ്രിയമായി. ഇതിനായി വിശദമായ DPR തയ്യാറാക്കാൻ ടൂറിസം വകുപ്പ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടറോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. DPR തയ്യാറാക്കി ടൂറിസം ഡയറക്ടറേറ്റിൽ നൽകുകയും വകുപ്പ് പദ്ധതി അംഗീകരിക്കുകയും ചെയ്തെങ്കിലും ഇതുവരെയും യാഥാർത്ഥ്യമായില്ല. സാങ്കേതികമായി പറഞ്ഞാൽ ഒരു വയോജന വിശ്രമ കേന്ദ്രം ഇവിടില്ല. അതൊരു അത്യാവശ്യമായിട്ട് പലപ്പോഴും ഇത് പേരൻസും അത് പെൻഷനേഴ്സും ഒക്കെ ധാരാളമുള്ള സ്ഥലമാണ്. ഈ ഒരു പദ്ധതി പൂർത്തീകരിച്ച് തരേണ്ടത് ഗവൺമെൻറ്റിൻ്റെ അത്യാവശ്യവും പഞ്ചായത്തിൻ്റെ ഒരു അത്യാവശ്യവും. ഇവിടെ ധാരാളം പദ്ധതികൾ കൊണ്ടുവരാൻ കഴിഞ്ഞ 3 വർഷമായി 2.5-3 വർഷക്കാലമായി ആറന്മുള വികസന സമിതി നമ്മുടെ സർക്കാരിനോടും വിവിധ വകുപ്പുകളോടും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ പരിണത ഫലമായി ഇപ്പോൾ സർക്കാർ ടൂറിസം മാപ്പിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫണ്ട് ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഫണ്ട് അനുവദിക്കാനാണ് പണി തുടങ്ങാത്തത്. പദ്ധതി നടപ്പിലായാൽ പ്രദേശവാസികളുടെ വരുമാനവും തൊഴിൽ സാധ്യതയും വർദ്ധിക്കുമെന്നും കേരളത്തിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നായി മാറുമെന്നുമാണ് ആറന്മുള വികസന സമിതിയുടെ അവകാശവാദം. ആറന്മുള MLA കൂടിയായ മന്ത്രി വീണ ജോർജ് ഫണ്ട് അനുവദിച്ചാൽ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നും പ്രവർത്തകർ പറയുന്നു. ന്യൂസ് മലയാളം, പത്തനംതിട്ട.